പല ദേവീക്ഷേത്രങ്ങളിലെയും ദേവതകൾക്ക് ഇപ്പോൾ ബ്ലൗസൊക്കെ വന്ന് തുടങ്ങി. പണ്ടൊക്കെ പല ക്ഷേത്രങ്ങളിലും അങ്ങനെ കാണാറില്ല, ചിത്രങ്ങളിലെങ്കിലും കാണാറില്ല. ചുരുങ്ങിയ പക്ഷം കൊടുങ്ങല്ലൂരമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് പോലും ചെലു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? അത് മനുഷ്യന്റെ ഒരു ചിന്തയാണ്. അതായത് അല്ല, ഈ 21-ാം നൂറ്റാണ്ടില് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് കുറച്ചും കൂടെയൊക്കെ വിശാലാവേണ്ട സമയമല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ബാക്ക് പോകുന്നത്? അല്ല, നമ്മുടെ മനസ്സ് വിശാലാവുന്നുണ്ടോ എന്നുള്ളതല്ല. മനസ്സ് വിശാലാവുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സിന്റെ ഭാഗമാണ്. കാലത്തിനനുസരിച്ച് മനസ്സ് വിശാലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേശവമാമൻ സിൻഡ്രോം ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ, അല്ലേ? ഈ മാറിയ കാലത്ത് കേശവമാമാരും 90കളുടെ വസന്തം എന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാവാൻ പാടില്ലല്ലോ. കാലത്തിനനുസരിച്ച് ആ മാറ്റം വരണ്ടേ? ബോധത്തിന് മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ബോധപൂർവമായ പ്രവർത്തനം, ഒരു കോൺഷ്യസ് എവല്യൂഷൻ സംഭവിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. യൂറോപ്പിൽ അത് സംഭവിക്കാൻ കാരണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജ്ഞാന വിപ്ലവങ്ങളുണ്ട്, റിനസാൻസ് ഉണ്ടായിട്ടുണ്ട്, ലൈംഗിക വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ശരീരത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള തലങ്ങൾ മാറിയിട്ടുണ്ട് അവരുടെ. അത് ഒരുപക്ഷെ ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വിക്ടോറിയൻ പ്രേതബാധ കാരണം പല കാര്യങ്ങളിലും നമുക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ തുണി കഴിച്ചിട്ട് നടക്കണമെന്നോ ഇതൊന്നുമല്ല പറഞ്ഞത്. ഒരുപക്ഷെ ഈ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ട് ഈ ചുംബന സമരം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇനി ശരിക്കും അതുപോലെ ഒരു പ്രക്ഷോഭം വന്നാൽ മാത്രമേ ഇതൊക്കെ മാറുള്ളൂ എന്നാണോ? അങ്ങനെയല്ല, നമ്മളത് ഓവർഡൂ ചെയ്യുന്നതാണ്. ചുംബന സമരം പോലുള്ള കാര്യങ്ങളിൽ നമുക്കതിൻ്റെ ക്രക്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മളതിനെ ഓവർഡൂ ചെയ്യും, നമ്മളതിനെ വെറുതെ സെൻസിറ്റൈസ് ചെയ്യുക, നമ്മളതിനെ ഓവർഡൂ ചെയ്യുക. നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ പറയും, ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതൊരു മിഡിൽ വേ ഉണ്ടല്ലോ, ആ മിഡിൽ വേ സാധ്യമല്ല. ആ മിഡിൽ വേ എങ്ങനെയാണ് സാധ്യമാവുക? ഇതാണ് ചോദ്യം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഗജുരാഹു എന്നൊക്കെ ആൾക്കാർ പറയും. എന്തിനാ ഗജുരാഹു പോകുന്ന? ഗുരുവായൂർ പോയാൽ പറയാം. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് നോക്കി നോക്കൂ. ആരും നോക്കാറില്ല പൊതുവെ. നോക്കിയാൽ നിങ്ങൾക്ക് ഗജുരാഹുവിൽ കണ്ടതിനെക്കാട്ടും വലിയ കാഴ്ചകൾ കാണാൻ പറ്റും. ഗുരുവായൂർ ക്ഷേത്രത്തിലായിരിക്കും ഞാൻ പറയുന്നത്, കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് എന്തായിരുന്നു നമ്മൾ അതിനോട് എടുത്ത സമീപനം? ഭാരതത്തിൻ്റെ ഒരു ചിന്ത പ്രകാരം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാമം ഒരു മോശപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ ധർമ്മം, അർത്ഥം, മോക്ഷം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ധനവും കാമവും, അർത്ഥവും കാമവും, ഈ രണ്ട് കാര്യത്തിന് മേലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് കിട്ടിയത്. അത് രണ്ടിനും പറ്റിക്കഴിഞ്ഞാൽ ധർമ്മം സ്വാഭാവികമായിട്ടും അതിന് ശോഷണം ഉണ്ടാവും. 4 വീലുള്ള ഒരു വാഹനമാണ് സമൂഹമെങ്കിൽ അതിൻ്റെ 4 വീലാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ നമുക്ക് കാമത്തിനോടും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയുള്ളൂ, പ്രവർത്തനത്തിലല്ല. നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി വരുന്നു, ഒരു ഗിൽറ്റ് കോൺഷ്യസ് ആവുന്നു, കുറ്റബോധം വരുന്നു. അതിങ്ങനെയാണോ അങ്ങനെയാണോ, സദാചാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതേപോലെ അർത്ഥത്തിലും ധനം ഉണ്ടാക്കുക എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടുണ്ടോ ഈ പണക്കാരെ ശത്രുക്കളെ കണക്കാക്കുന്നത് ഉണ്ടോ? ഇവിടെ അംബാനി ആയാൽ പിന്നെ അയാൾ ശത്രുവായി, അദാനി ആയ ശത്രുവായി. അപ്പൊ അത് പൊതുവെ പറയാറുള്ളത് കമ്മ്യൂണിസത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. അങ്ങനെയല്ല, പൊതുവിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. ധനം ആർജിച്ചവൻ എന്തോ മോശപ്പെട്ട മാർഗത്തിലൂടെയാണ് ഇത്രയും ധനം ആർജിച്ചത്, അല്ലാണ്ട് ധനം ആർജിക്കാൻ കഴിയൂല, അതുകൊണ്ട് ഇവൻ വെറുക്കപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമീപനം. അപ്പോൾ അത് അടിസ്ഥാനപരമായി അർത്ഥം എന്ന് പറയുന്ന ഒരു ആശയത്തിന് മേലെ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ഞാൻ ഒരു മതത്തെ പറയല്ല. അപ്പം നേരത്തെ ക്രിസ്ത്യൻ മൊറാലിറ്റിയാണ് ഇതിൻ്റെ മേലെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയും. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ പെയ്റ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്രൈസ്തവ ദാരിദ്ര്യം. അതായത് അത് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗരാജ്യത്തിൽ ധനികൻ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നതിലും ബുദ്ധിമുട്ടാണ്. ആത്മാവിൽ ദരിദ്രരായവർ അത്രേ മഹോന്നതർ എന്നുള്ള അർത്ഥത്തിൽ, ഭാഗ്യവാന്മാർ എന്ന അർത്ഥത്തിൽ പറയുന്നു. അപ്പം ധനം എടുത്തു വെക്കുക, സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒന്നാണ് എന്ന് ഒരു തരത്തിൽ ക്രൈസ്തവ ചിന്താഗതി ഒരു തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്.